PMAY ഭവന നിർമ്മാണ പദ്ധതിയിൽ പണം കൈപ്പറ്റി നിർമ്മാണം ആരംഭിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടികൾക്കൊരുങ്ങി തദ്ദേശ സ്ഥാപനങ്ങൾ. ഡിസംബർ മാസത്തോടെ ഈ പദ്ധതി അവസാനിപ്പിക്കാനാണ് തീരുമാനം. നഗരപ്രദേശത്തെ എല്ലാവർക്കും പാർപ്പിടങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഭവന നഗര ദാരിദ്ര്യ ലഘൂകരണ മന്ത്രാലയത്തിന് കീഴിൽ സംസ്ഥാന സർക്കാരുമായി സംയോജിപ്പിച്ച് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി 2024 ഡിസംബർ മാസത്തോടെ അവസാനിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. പദ്ധതിയിൽ ഗുണഭോക്താക്കളായി ഗഡുക്കൾ വാങ്ങി നിർമ്മാണം പൂർത്തീകരിച്ചവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി. ആദ്യ ഗഡു വാങ്ങി നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി ആരംഭിക്കാത്തവർ തുക തിരിച്ചടക്കാനും നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ തുക തിരിച്ചടക്കാത്തവരിൽ നിന്നും പലിശ സഹിതം പിഴ ഈടാക്കാനാണ് തീരുമാനം. ഇത് വൈകുന്ന മുറയ്ക്ക് ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച അവസാന ഗഡു ലഭിക്കാത്ത നിരവധി പേരാണുള്ളത്. ഇവർക്ക് ഉടൻ തന്നെ ഗഡു കൈമാറാനാണ് തീരുമാനം. PMAY നമുക്കറിയാം 2024 ഡിസംബർ മാസം 31 തീയതിയോടുകൂടി PMAY പദ്ധതി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് 2017 മുതൽ ആരംഭിച്ച 1 മുതൽ 7 വരെയുള്ള DPRകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ നാളിതുവരെ ഒന്നാം ഗഡു വാങ്ങിച്ച് പണി പൂർത്തീകരിക്കുകയോ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാത്ത ആളുകളുണ്ട്. മൂന്നാം ഗഡു വാങ്ങിച്ച് റിപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ കംപ്ലീഷൻ റിപ്പോർട്ട് തരാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അടിയന്തിരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് അവർക്ക് ഗഡുക്കൾ അനുവദിക്കുന്നതും അതോടൊപ്പം തന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നഗരസഭയിൽ ലഭിക്കുന്ന മുറയ്ക്ക് നമ്പറിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവസാന ഗഡു അനുവദിക്കുന്നതുമാണ്. ഈ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് എല്ലാ ഗുണഭോക്താക്കളെയും ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും അക്കാര്യത്തിൽ തുക തിരിച്ചടയ്ക്കുകയോ അതല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാതെ നിൽക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും അവർ കൈപ്പറ്റിയ തുക പലിശയടക്കം തിരിച്ചടക്കേണ്ട സാഹചര്യം നിലവിൽ വരും. സർക്കാർ ഉത്തരവ് പ്രകാരം അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2015 PMAY പദ്ധതി ആരംഭിച്ചത്. 1.5 ലക്ഷം രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ നഗരസഭ ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ പരമാവധി 3 ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും നൽകുന്നതാണ്. ഇപ്പോൾ 1 വർഷമായി പുതിയ DPRന് അംഗീകാരം നൽകിയിട്ടുമില്ല. 2024 ശേഷം പുതിയ ഭവന പദ്ധതി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭവനരഹിതർ. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.